ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ശ്രീകൃഷ്ണൻ്റെ ആയിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ കൃഷ്ണന് പൂവൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങന്നാടി പൂവാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലോട്ടേക്ക് പോയിട്ടോ. അപ്പോൾ ഇവിടെ അടുത്തുള്ള വിഷ്ണുവിൻ്റെ അമ്പലത്തിലോട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ അവിടെ അമ്പലത്തിൽ ചെന്ന് അധികം തിരക്ക് കുറവായിരുന്നു. വലിയൊരു അമ്പലമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് പായസം കിട്ടി അവിടെ നിന്ന്. ഇവിടെ അമ്മ ശ്രീകൃഷ്ണൻ്റെ ആയതുകൊണ്ട് പായസം വയ്ക്കുന്നു, അരിപ്പായസം. നമുക്കത് കാണാം. പായസം, അരിപ്പായസം, പാൽപ്പായസം, ശ്രീകൃഷ്ണ ജയന്തി അനുബന്ധിച്ച് പാൽപ്പായസം. നമ്മുടെ ഈ പായസം റെഡിയായിരിക്കുന്നു. ഇനി നമുക്ക് കൃഷ്ണന് കുറച്ച് പായസം കൊടുക്കാം, കുഞ്ഞുരുളിയിൽ. ഫസ്റ്റ് നമുക്ക് കൃഷ്ണന് കൊടുക്കാം. കൃഷ്ണൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ കൃഷ്ണ. മതി അല്ലേ? ഇത് കൃഷ്ണന് പ്രസാദം. നമ്മൾ ആദ്യം കൃഷ്ണനെ വെച്ചിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ പൈസ കഴിക്കാൻ. ഓക്കെ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പയറും കഴിക്കുന്നു. പിന്നെ നമ്മളുടെ ചോയ് നമ്മുടെ പായസം കുടിക്കാം. നമ്മൾ മുരിങ്ങയില വെച്ച് തോരനുണ്ടാക്കണം. നമ്മൾക്ക് അതിന് ഫസ്റ്റ് വൺ സവാള 2 എണ്ണം. ഓക്കെ, ഇത് 2 സവാള അരിയാം. ഇവിടെ പറമ്പിൽ കുറേ മുരിങ്ങയുണ്ട്, അപ്പോൾ അതുകൊണ്ട് പൊട്ടിച്ചെടുത്തത്. ഇവിടെ കറിയാണ് വയ്ക്കാറ്, പക്ഷേ ഞാനത് വലത്താൻ പോകും. നിങ്ങളിവിടെ അത് പരിപ്പൊക്കെ ഇട്ട് വയ്ക്കും. നമുക്കങ്ങനെ ചെയ്യാം. നമ്മുടെ ജനലിൽ തുറന്ന് അപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ മുരിങ്ങ. അപ്പുറത്ത് വാഴയുണ്ട്, പിന്നെ എന്നിട്ടുള്ളത് സീതപ്പഴമുണ്ട്, എല്ലാം ഉണ്ട്. കുനുകുന സവാള കുനുകുന. അമ്മ ഇവിടെ നമ്മുടെ വെഡ്ഡിങ് ആൽബം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അന്ന് ഫസ്റ്റ് ടൈം മര്യാദക്ക് കണ്ടില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതോടെ നമ്മുടെ വെഡ്ഡിങ് ആൽബം. നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലേക്ക് ഇങ്ങനത്തെ മരത്തിൻ്റെ കല്ല് പിടിക്കാം. ഇതിലോട്ട് എന്നിട്ട് സവാള, പച്ചമുളകും അരിഞ്ഞത്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് വേപ്പിലിടാം. നമ്മൾ വേപ്പിലിട ക്ലീൻ ചെയ്ത് നമ്മൾ കിറ്റിയിലാക്കി വെക്കും. നമുക്ക് ആവശ്യത്തിന് ഇതിന് യൂസ് ചെയ്യും. ഇത് ഓൾറെഡി കഴുകി വെച്ചേക്കണേ കേട്ടോ, കഴുകി ഉണക്കി വെച്ചേക്കുന്നത്. പരിപ്പ് വേവിച്ച് ഇതിലിടണം. ഓക്കെ, നന്നായിട്ട് കഴുകുക. നമ്മൾ ഇന്നലെ തന്നെ അത് കിള്ളി വെച്ചു മുരിങ്ങയില. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, എരിവ് വേവിച്ചിട്ട് മുളക് പൊടി ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ചീര കഴുകിയത് ഇടാം. ഇത് നിറയുള്ളതൊക്കെ നോക്കണ്ട, ഇതിപ്പോൾ ആവിയിൽ വേവുമ്പോൾ ഇത് കുറച്ച് ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കടിക്കാൻ കിട്ടില്ല, അതിന് ഒറ്റ വിസിലേ പാടുള്ളൂ. അല്ലാതെ അപ്പൊ തന്നെ ഊറ്റി ശരിയായിരുന്നു. ഇത് കുറച്ച് വെന്ത് പോയി പരിപ്പ്. ഇത് ഇത്രയും വേവ് ശരിക്കും ഇങ്ങനെ വിട്ട് കിടക്കണം, അപ്പോൾ രസം ഉണ്ടാവുള്ളൂ. കുറച്ച് തേങ്ങ ഇടാം, കുറച്ച് നല്ല രസം തേങ്ങ ഇടാം. എന്നിട്ട് നന്നായിട്ട് ചിക്കാം. ചീരയും പരിപ്പും റെഡി ആയിട്ടുണ്ട്. ലൈം ഉണ്ടാക്കി തരുമോ? നമ്മള് ലൈം അടിക്കാൻ പോണം. അപ്പൊ എങ്ങനെ ലൈം അടിക്കണേ പറ. ഇതിന്റെ കുരു കളയണം, അല്ലെങ്കിൽ കഴിക്കും. കുരു കളയാട്ടോ. ഇത് നമ്മുടെ ഇവിടെ പറമ്പിലുണ്ടായതാ. കോവയ്ക്ക്, മുളകും, ചീനി മുളക്, ഒരു ഇഞ്ചി. ആവശ്യമുള്ളവർ ഇഞ്ചി ഇടാം, നല്ല ഇഞ്ചി ഉണ്ടാവും, പക്ഷെ നല്ലതാണ് ഇഞ്ചി ഇടണം.
ജാറിലേക്ക് നാരങ്ങ പീസ് ഇടുക, ഇഞ്ചി ഇടുക. വെള്ളം കുറവായതുകൊണ്ട് ഐസ് എടുക്കാം. ഐസ് മേക്കർ ഉണ്ട്, ഇത് ടെസ്റ്റ് ചെയ്താൽ ഐസ് വരും. പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക, തണുത്തുള്ള ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് വെള്ളത്തിലോട്ട് കഴിക്കാൻ മതി. ക്രീമിൻ്റെ ബേസിക് റെഡിയായി. ഇനി കുറച്ച് ഐസ് വെള്ളം റെഡിയാക്കാം. ഐസ് ഇടാം. സൂപ്പർ ലൈം. നമുക്ക് അടുത്തത് ചീനി മുളക് ചമ്മന്തി ഉണ്ടാക്കാം. നമുക്ക് പെട്ടെന്ന് കറിയൊക്കെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് ചമ്മന്തി. അതായത് മുളക് പുളി, കുടംപുളി, ഇതാ കുടംപുളിയാണ് കേട്ടോ. കോൽപ്പുളി, ചാണാപ്പുളി, അതും ഇതും വേണമെങ്കിൽ ഉള്ളി ഒരു ഇഷ്ടം. ഉള്ളി ഉപ്പിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ ഈ സംഭവം. അപ്പോൾ ചീനി കാന്താരി എന്നൊക്കെ പറയും. കാന്താരി മുളക് അപ്പോൾ കുറച്ചിട്ടാൽ മതി, ഭയങ്കര എരിവായിരിക്കും. ഇവിടെ കുറേ പേരുള്ളതുകൊണ്ട് നമുക്കിത് പോരാ, അപ്പോൾ അതാ ഫുള്ള് എടുക്കണേ. ചീനി മുളക് ചമ്മന്തിയും മോരും ചോറും മാത്രം മതി. ഒരു കഷ്ണം ഉള്ളി, 2 കഷ്ണം ഉള്ളി ആയിരിക്കും. ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടം ഉണക്കച്ചീനി ചമ്മന്തിയാണ്. ഇവിടെ അങ്ങനെ കിട്ടാൻ കുറച്ച് പണിയാണ് ഈ പ്രദേശം. പുളി ഇടാം. അത് ഓൾറെഡി കുരു കളഞ്ഞ് എടുത്തിട്ടുള്ള പുളിയാണ്. കുറച്ച് പുളി കുറച്ചും കൂടി ഇടാല്ലേ. എരിവുള്ളത് കൊണ്ട് പുളി ഇരുന്നോട്ടെ അല്ലേ. ഓക്കെ, ഇത്തിരി ഉപ്പിടാം. കുറച്ച് കല്ലുപ്പാണ് കേട്ടോ. കുറച്ചിട്ടാൽ മതി, കാരണം അത് പൊടിയുമ്പോൾ കുറയുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് മതി. നമുക്ക് ഉപ്പ് അരിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. അരഞ്ഞു ഉണ്ടാവും. ആരും ഉണ്ടാക്കിയിട്ട് പോയി മടക്കിയെടുത്തിട്ടാ സീരിയസ്ക്ക്. ഇപ്പം തുറന്നപ്പോൾ തന്നെ ഭയങ്കര ഇത് അതിൻ്റെ കുത്ത് മുളകിൻ്റെ. നമുക്ക് 2 ഉള്ളിയും കൂടെ ഇടാം. നമ്മുടെ ചമ്മന്തി റെഡി. സൂപ്പർ സാധനം. ഇല്ല, കൊഴിച്ചു മാറി. കുറച്ച് പച്ച വെളിച്ചെണ്ണ മേലെ ഒഴിക്കാം. നമ്മുടെ ചീനി മുളക് ചമ്മന്തി റെഡി. ഓക്കെ, 12:30 കഴിഞ്ഞു. 1 മണിയാകുമ്പോൾ നമ്മൾ ചോറ് തിന്നും. സൺഡേ ആയതുകൊണ്ട് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്നു. ഓടിക്കും ജോലി ചെയ്യുക, നമ്മൾ വെറുതെ ഇരിക്കുന്നു. പൊട്ടുണ്ടോ അമ്പും ബില്ലും. ബിബിയുടെ വിയ സ്നേഹനിധിയായ ഭാര്യ. നമ്മളെ വീട്ടിൽ ഇതുണ്ട്, നെറ്റിപ്പട്ടം, ആനട, പിന്നെ ആനക്കൊമ്പുണ്ട് ഗൈസ്. ഇത് വലിയൊരു ആനയുടെ കൊമ്പ കണ്ടു. ഉണ്ടാക്കി വെച്ചേക്കണ കൊമ്പ സിമെന്റ്. അത് കാരണം എല്ലാവർക്കും മനസ്സിലാവില്ല സിമെന്റ് എടുക്കുന്നത്. നിങ്ങൾ എന്താ ഈ പറയണ മനുഷ്യ? മുരിങ്ങ ഒലത്ത്. ഇപ്പൊ ഇവിടെ നിന്ന് ഇത് കഴിക്കില്ലേ? ആണോ? ചോറട്ടി ചോറ്. നമുക്കിവിടെ ഒരു സംഭവമുണ്ട്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് സെർവ് ചെയ്യേ. ഇവിടെ ഒരു എന്നാ ഇതെടുത്ത് വച്ചു. ഗ്ലാസ് 2 ഉണ്ടല്ലോ ഇവിടെ. ചോറ് തിന്നാൻ പോകുന്നു. 1:30 നമ്മൾ ചോറ് തിന്നാൻ പോകുന്നു. നമ്മൾ നേരം വെക്കി തണ്ടെല്ലാം, ഗ്ലാസ്സിൽ വെള്ളം, ചീരപ്പേരി, ചമ്മന്തി, ചോറ്. നമ്മുടെ കുട്ടാപ്പൂനി ചോറും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. അതായത് അപ്പോൾ ഇനി അസുഖങ്ങളൊക്കെ വരുന്നത് കുറച്ച് കുറയും.
ലാബായതുകൊണ്ടേ പ്രതിരോധശേഷി കുറവാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മളുടെ ചെറുക്കൻ്റെ വട്ടം കറങ്ങലൊന്ന് കാണിച്ചു തരാം. പിന്നോ അവൻ്റെ കറക്കം കണ്ടാൽ തോന്നും. അത് നോക്ക്, ഇതാണ് മമ്മൂടി ചെറുക്കൻ. ഇപ്പോൾ ഫുഡ് കൊടുക്കണ നേരത്ത് ഇരിക്കൂട്ടോ. അത് ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇരിക്കത്തില്ല, അതിന് മാത്രം അനുസരണ ഉണ്ടാവില്ല. ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഇരിക്കണം. സിറ്റ് സിറ്റ് സിറ്റ്. പിന്നെ ഫുഡ് കഴിക്കണുണ്ടല്ലേ, കുറച്ച് ഫുഡ് കൊടുക്കാറില്ല അത് തോന്നും. പക്ഷെ അങ്ങനെയല്ല, അവൻ്റെ ഒരു വെപ്രാളം അങ്ങനെയാണ്, ശൈലിയാണ്, ജീവിതശൈലി ശീലമായിപ്പോയി ചെക്കനത്. അതെന്താണെന്ന് ആസ്വദിക്കാനോ അതിലെന്താ ഇട്ടേക്കണമെന്നൊന്നും അറിയില്ല. കഴിഞ്ഞു മത്സരത്തിനൊക്കെ കൊണ്ടുപോയാൽ ഞങ്ങളെയൊക്കെ ഫസ്റ്റ് അടിക്കും അല്ല കുട്ടാപ്പൂ? അപ്പോൾ അവൻ്റെ ഫുഡ് അടി കഴിഞ്ഞു. ഇപ്പോൾ നമ്മളെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ കുറച്ചു നേരം കടന്നുറങ്ങാം. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, മുരിങ്ങ, നമ്മുടെ വീട്ടിലെ മുരിങ്ങ കുറേ ഉണ്ട്. നമ്മുടെ മെഷീനിൽ തുണി കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ അത് മേലെ കൊണ്ടിടാം. നമ്മൾ മേലയിലാണ് തോനയിടാം. അഴ നമ്മുടെ അഴ, അത് വല്യമ്മയുടെ വീട്. നമ്മുടെ രാധ റെഡിയായിരിക്കുന്നു. രാധ, നിന്റെ കൃഷ്ണൻ എവിടെ? രാധ? നമ്മൾ രാധയുടെ ഫോട്ടോഗ്രാഫർ വിപിൻ. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്, നമ്മൾ അതിലാടുന്നു. രാധയിൽ കൂടെ വരുന്നുണ്ട്. വീട്, ഇത് ഇവരുടെ വീട്. രാധ അവിടെ ഓടിക്കളിക്കുന്നു. ഇത് രാധയുടെ അമ്മ യശോദ. യശോദ അല്ലല്ല, കൃഷ്ണൻ്റെ അമ്മല്ലേ യശോദ. അപ്പൊ രാധയുടെ ആരൊക്കെ പറയുക. രാധ എവിടെ? നിങ്ങൾ എവിടെയാണ്? നിങ്ങൾക്ക് ഞങ്ങൾ വേണ്ടേ? രാധേ, നിന്റെ കൃഷ്ണൻ എവിടെ? രാധ വണ്ടിക്ക് പോകുന്നു. ഘോഷയാത്ര. വിളക്ക് കത്തിച്ചു. ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ജാഥ വരുന്നുണ്ട്. അപ്പം നമുക്കത് കാണാൻ പോവാം. ഓക്കെ, നീ വരുന്നില്ലേ? എന്ത് പറ്റി? അവന് പാടില്ല, ചുമ. അതാണ് സംഗമം. അപ്പോൾ ജാഥ വരുന്നുണ്ട്, നമുക്ക് കാണാം. ഇവിടെയാണ് നമ്മുടെ എല്ലാവരും വരുന്നത്, ചിനക്കത്തൂരമ്പലം. ഇവിടെ ഒരു കുഞ്ഞി കൃഷ്ണനുണ്ട്. കൃഷ്ണൻ എന്താ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കാൻ പറയും. ഓരോ ഭാഗത്തു നിന്നും വന്ന ശോഭായാത്രകൾ 2 വരിയായി മാത്രം നിൽക്കേണ്ടതാണ്. ഉടൻ തന്നെ വരികൾ ശോഭ വരികൾ നിയന്ത്രിക്കേണ്ടതാണ്. എല്ലാവർക്കും പ്രസാദവും വെള്ളവും കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ശോഭായാത്രയിൽ പങ്കെടുത്ത എല്ലാവർക്കുമുള്ള പ്രസാദവും വെള്ളവും ഉണ്ട്.
അങ്ങനെ കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു ലാസ്റ്റ്. അപ്പോൾ സ്റ്റേജിൽ കളിക്കണേക്കാളും മെയിൻ പുറത്ത് കളിക്കുന്ന കുട്ടികളായിരുന്നു. അതായത് പാട്ട് കേട്ട് വന്നിട്ട് പുറത്ത് നിന്ന് എല്ലാവരും കളിക്കാൻ വന്നു കുഞ്ഞുങ്ങൾ. അവരെ ഡാൻസിടെ നല്ല രസമുണ്ടായിരുന്നു. കൃഷ്ണനുണ്ടായിരുന്നു, രാധമാരുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ശ്രീകൃഷ്ണ പരിപാടിയൊക്കെ കഴിഞ്ഞു. അവിൽ കിട്ടി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. ബോട്ടിയും പുട്ടും മിക്സഡ്. അവിടെ ഒരു തട്ടുകടയുണ്ട്, അവിടെ നല്ല ഫുഡ് കിട്ടും, നമുക്ക് കഴിക്കാം. നമ്മൾ വീട്ടിലോട്ടേക്ക് പാർസൽ മേടിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.